Hi friends. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ എളുപ്പത്തിൽ ഹെയർ ഷെയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 70 രൂപയുടെ വളരെ ചീപ്പ് ആയിട്ടുള്ള fabercastle bicolor പെൻസിലാണ്. 12 ഷെയ്ഡ്സ് ആണ് ഇതിലുള്ളത്. നമുക്ക് നന്നായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വില കൂടിയ പെൻസിൽസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇങ്ങനെയുള്ള വില കുറഞ്ഞ പെൻസിൽസ് വെച്ച് നന്നായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. കുറച്ചുകൂടെ ലെയറിങ് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു പേപ്പറാണ്. 120 GSM മറ്റേ ഉള്ളൂ. പിന്നെ ഒരു ലെഡ് പെൻസിലും റബ്ബറും. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞതുപോലെ തന്നെ ഫാബ്രിക്കാസിൻ്റെ ബൈകളർ പെൻസിലാണ്. 12 ഷെയ്ഡ്സ് ആണുള്ളത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതിൽ പെൻസിൽസ് 2 അറ്റത്തും പെൻസിൽസ് ഉണ്ട്. അങ്ങനെ അതാണ് അതിന് ബൈകളർ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 പെൻസിൽസും കൂടി ചേർന്നിട്ടാണ് 12 ഷെയ്ഡ്സ് വരുന്നത്. ഇത്രയും കളേഴ്സാണ് ഈ പാക്കിലുള്ളത്. പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് ഉള്ളത് നല്ലതാണ്. വൈറ്റ് ഷെയ്ഡ്സ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റിനൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. നോർമലായിട്ട് ജസ്റ്റ് ഒരു ലൂസായിട്ടുള്ളൊരു ഹെയറിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കും. നമ്മൾ ഔട്ട്ലൈൻ എപ്പോഴും ലൈറ്റായിട്ട് വരയ്ക്കും. പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഹെയറിൻ്റെ ഏകദേശം നടുക്കായിട്ട് ഒരു ഫേസ് വരും അല്ലേ. അപ്പോൾ ആ ഫേസ് വിട്ടിട്ട് വേണം നമ്മൾ ചുറ്റും ഹെയർ വരയ്ക്കുന്നത്. എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ലെയർ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഞാനിത് നോർമലായിട്ട് വരയ്ക്കുന്നതാണ്. റെഫറൻസ് പിക്ചർ ഉണ്ടെങ്കിൽ അത് നോക്കി ഷെയ്ഡ്സ് നോക്കി ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കിപ്പോൾ പ്ലെയിനായിട്ട് കിടക്കുന്ന പോലൊരു തോന്നലാണ്. സത്യത്തിൽ അതിങ്ങനെ ഓരോ ലെയറായിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്കായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആ ബ്ലോക്ക് ആദ്യം ഇപ്പോൾ പെൻസിലുണ്ടെങ്കിൽ പെൻസിൽ വെച്ച് ജസ്റ്റ് ആ ബ്ലോക്ക് ഒന്ന് വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഡയറക്ഷൻ കിട്ടും കറക്റ്റായിട്ട്. ഞാൻ ഇതിൽ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷെയ്ഡും ഓറഞ്ച് പിന്നെ ബ്ലാക്ക് ഷെയ്ഡ്. ഈ 3 ഷെയ്ഡ് മാത്രം മതി നമുക്ക് ഈ ഹെയർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ബേസ് ലെയറിൽ നിന്നിട്ട് മിഡിൽ ലെയറിലോട്ട് പിന്നെ ഡാർക്ക് ലെയർ സെക്ഷൻ, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ ബ്രൗൺ ഷെയ്ഡിന് തന്നെ 3 രീതിയിൽ നമുക്ക് കളർ ചെയ്യാൻ പറ്റും. വളരെ ലൈറ്റായിട്ടുള്ള ബ്രൗൺ അതിൽ നിന്ന് കിട്ടും, ഒരു മിഡ് ടോൺ കിട്ടും, പിന്നെ നമുക്ക് ഒരു ഡാർക്കായിട്ടുള്ള ബ്രൗൺ കിട്ടും. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ പോലെ ഇരിക്കും. നല്ല രീതിയിൽ പ്രഷർ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് പെൻസിലിൻ്റെ ടിപ്പിൽ പിടിക്കേണ്ടത്. അല്ലാത്തപ്പോൾ എപ്പോഴും ടിപ്പിൽ നിന്ന് കുറച്ചുകൂടെ കയറി വേണം നമ്മൾ പെൻസിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. ഒരു കളർ കൊണ്ട് തന്നെ കുറേ ഷെയ്ഡ്സ് കിട്ടുമെന്ന് കാണിക്കാനാണ് ഞാൻ ഇത് ഷെയ്ഡ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഓറഞ്ച് പെൻസിലാണ് ബേസ് ലെയറായിട്ട് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. അതായത് കറക്റ്റ് നമ്മൾ ബ്ലോക്ക് വരച്ചിട്ടുണ്ടല്ലോ ഹെയറിൻ്റെ, അപ്പോൾ ആ ബ്ലോക്കിനനുസരിച്ച് ഫുള്ളായിട്ട് ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കുക. അതിൽ ഏകദേശം ടിപ്പിൻ്റെ അടുത്തായിട്ട് വരുമ്പോഴേക്കും കുറച്ചുകൂടി ഡാർക്കായിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ഡാർക്ക് ആക്കണ്ട, ലേശം ഡാർക്കാക്കി കൊടുക്കുക. ബാക്കി സ്ഥലങ്ങളിലെല്ലാം നമ്മൾ നോർമലായിട്ട് തന്നെ ജസ്റ്റ് പ്രഷർ കുറച്ച് അപ്ലൈ ചെയ്ത് പോവുക. അത് കഴിഞ്ഞിട്ട് ബ്രൗൺ ഷെയ്ഡ് കൊടുത്തു തുടങ്ങുക. ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ടിപ്പിൽ നിന്ന് ജസ്റ്റ് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ആ ഡയറക്ഷൻ, ഹെയറിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിൽ അങ്ങോട്ട് താഴോട്ട് ആ ബ്ലോക്കിൻ്റെ ഒരു ടിപ്പിൽ നിന്ന് അപ്പുറത്തെ എൻഡിലോട്ടും മറ്റേ ടിപ്പിൽ നിന്ന് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടും നമ്മളങ്ങനെ ചെയ്യുക. ഒട്ടും പ്രഷർ കൊടുക്കേണ്ട ആ ടിപ്പിൽ മാത്രമാണ്. അവിടെ പ്രഷർ കൊടുക്കുക, ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ ആണ് നമ്മളൊരു മിഡ് ടോൺ ആയിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡാർക്ക് ടോണിനാണ് നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബ്രൗണും ഓറഞ്ചും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൂടുതൽ ഷെയ്ഡ് ചെയ്താൽ തന്നെ ഒരു ബേസ് ആയിട്ടുള്ളൊരു ലെയർ കഴിയും അവിടെ. അപ്പോൾ തന്നെ ഒരു ഹെയറിന് കറക്റ്റായ ഒരു ലുക്ക് വരും. പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള ഹെയർ ആണെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് നിർത്താം. പിന്നെ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഷെയ്ഡുള്ള റെഫറൻസ് ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് കൂടെ കൊടുക്കാം. പിന്നെ ചില റെഫറൻസ് പിക്ചറിൽ ബ്ലൂ ഷെയ്ഡ് അല്ലെങ്കിൽ ആഷ് ഷെയ്ഡ്, പിന്നെ അതേപോലെ തന്നെ യെല്ലോ,
അങ്ങനെയുള്ള ഷെയ്ഡൊക്കെ കാണാൻ പറ്റും. അപ്പം അത് ബേസ് ലെയറായിട്ട് കൊടുക്കുക. ഇപ്പോൾ ബ്ലൂ ഷെയ്ഡാണ് ഇടയ്ക്ക് കാണുന്നതെങ്കിൽ ബ്ലൂ ഷെയ്ഡ് ബേസ് ലെയറായിട്ട് കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ മിഡ് ടോൺ കൊടുക്കുക. പിന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. അങ്ങനെ ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ട് പോവുക. ഡാർക്കർ ആയിട്ടുള്ള ഏരിയാസിൽ നല്ലപോലെ തന്നെ ഡാർക്ക് ഏരിയ കൊടുക്കണം. എന്നാലേ ആ കറക്റ്റ് ആ ഒരു ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഷാഡോ ഒക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് കാണിക്കുവാണ്. കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം എപ്പോഴും ആ ഹെയറിൻ്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം വരച്ച ആ ബ്ലോക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആ ഡയറക്ഷനിലോട്ട് തന്നെ സ്ട്രോക്ക് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴേ ആ കറക്റ്റായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി ബ്ലാക്ക് യൂസ് ചെയ്യാം. ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല ഡാർക്കായിട്ട് തന്നെ ഏരിയ. പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഹെയറിൻ്റെയൊക്കെ നമ്മുടെ ചെവിയുടെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോഴേക്കും അവിടെ എപ്പോഴും ഒരു ഡാർക്കായിട്ടുള്ള ഷാഡോ വീഴുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. അതായത് ഇവിടെ ബ്ലാക്ക് ഞാൻ കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ബ്രൗൺ ഹെയർ ആണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. പിന്നെ ബ്ലാക്ക് ഷെയ്ഡ്സ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു എഫക്റ്റ് കിട്ടും, നല്ല രീതിയിലൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ റെഫറൻസ് പിക്ചർ എങ്ങനെയാണോ അത് നോക്കിയിട്ട് ഓരോ ഷെയ്ഡ്സ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഇടയ്ക്ക് വൈറ്റ് പാച്ചസ് കാണാൻ പറ്റും. അത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അഥവാ വൈറ്റ് പെൻസിൽസ് ഇല്ലാത്തവർക്കാണെങ്കിൽ ആ വൈറ്റ് പോർഷൻ ഹൈലൈറ്റ് ആയിട്ട് എടുക്കാം. വൈറ്റ് പെൻസിൽസ് ഉള്ളവരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡാർക്ക് ഷെയ്ഡ്സ്, അതായത് ഹെയർ ഫുള്ള് ഷെയ്ഡ് ചെയ്തതിന് ശേഷം വൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എവിടേക്കാണ് ഹൈലൈറ്റ് വരുന്നത് അവിടേക്ക് ഇങ്ങനെ സ്ട്രോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് കിട്ടും, കറക്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഓറഞ്ചിൽ നിന്ന് തുടങ്ങി ബ്രൗണ് പിന്നെ ബ്ലാക്കിലോട്ടാണ് വന്നത്. അതേപോലെ തിരിച്ചു പോവുക, ബ്ലാക്ക്, ബ്രൗൺ, ഓറഞ്ച്. ഈ 3 ഷെയ്ഡും ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ട്, ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ടും കൊടുത്തു കഴിഞ്ഞാൽ ലെയറിങ് ആകും. നല്ല രീതിയിൽ ലെയറിങ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷാഡോ എഫക്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഡാർക്കർ ഏരിയാസ്. അപ്പോൾ ഡാർക്കർ ഏരിയാസ് നമ്മൾ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ നിന്നൊരു പ്രൊജക്ഷൻ ഫീൽ ചെയ്യും നമുക്ക് പടത്തിന്. ഫേസിൻ്റെയൊക്കെ ലെയറിങ് ചെയ്യുമ്പോഴും ഇതേപോലെ ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ട് പോവുക. ഡാർക്കർ ഏരിയാസിൽ ഡാർക്ക് ഷെയ്ഡ് തന്നെ കൊടുക്കണം, എന്നാലേ ആ കറക്റ്റ് ആ റിയലിസ്റ്റിക് ഇഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഹെയർ നോർമലായിട്ടുള്ള പെൻസിൽസ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാന്നുള്ളത് മനസ്സിലായാലും വെറും 3 ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് ഷെയ്ഡ് അടിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലെൻഡിങ് അവിടെ നടക്കും. മാക്സിമം ഈ മെത്തേഡ് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. നോർമലായിട്ടുള്ള പേപ്പറും പെൻസിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. താങ്ക് യു.